ലൈബ്രറിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പറയാമേ. അപ്പോൾ ലൈബ്രറി, ഞാൻ NSWയിലാണ്. അപ്പോൾ NSWയിലെ ലൈബ്രറിയിൽ നമ്മൾ ടോഡ്ലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്ലേ ടൈം ഉള്ള ദിവസങ്ങളുണ്ട്. ഫ്രീ ആയിട്ട് ലൈബ്രറിയിൽ നമുക്ക് പ്ലേ ടൈം ഉണ്ട്. 10 to 2 o'clock, 10 to 12, 2 hours ആണ് മാക്സിമം. പിന്നെ അവിടെ നിന്ന് നമുക്ക് ബുക്കൊക്കെ എടുത്തിട്ട് വരാം. പ്രത്യേകിച്ച് കുട്ടികളുടെ സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ട്. ഈ പ്ലേ ടൈം എന്ന് പറയുന്നത് അവിടെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, പിന്നെ അവിടെ ടോയ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കളിക്കാം പിള്ളേർക്ക്. ഇപ്പോൾ എല്ലാ ടോയ്സൊന്നും നമുക്ക് വാങ്ങിച്ചു കൊടുത്ത് കളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടുന്ന് ടോയ്സ് റെൻറ്റിന് എടുത്തിട്ട് വരാം. റെൻറ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് എടുത്തിട്ട് വരുന്ന പോലെ എടുത്തിട്ട് വരാം. അല്ലാതെ അവിടെ ഇരുന്ന് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബെനിഫിറ്റ് ഉണ്ട് ഈ NSW ലൈബ്രറീസിൽ. ഇതുകൂടാതെ അവിടെ നമ്മൾ സാധാരണ ലൈബ്രറിയിലുള്ള പ്രിൻറ്റിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബുക്സ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ സിസ്റ്റത്തിൽ വല്ലതും സെർച്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ പോകാറില്ലാത്ത, പക്ഷേ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നതാണ്. അപ്പോഴാണ് മനസ്സിലായിട്ട് അഡ്വാൻസ്ഡ് ആണ്. ഈ ലൈബ്രറിയിൽ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഫസ്റ്റ് അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് ഫ്രീ അക്കൗണ്ടാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ കൊടുത്താൽ മതി. അതിനുശേഷം അവർ നമുക്കൊരു ID കാർഡ് തരും. ID കാർഡ് തന്നെ അതിൽ നമ്മുടെ ID നമ്പറുണ്ട്, ലൈബ്രറി ID ഉണ്ട്. പിന്നെ നമ്മളൊരു പിൻ നമ്പർ സെലക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ATM മെഷീൻ പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. അവിടെ പോയി നമ്മളിത് റീചാർജ് ചെയ്യും. $2, $1, $5 അങ്ങനെ റീചാർജ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അത് ഇതിന് ഡയറക്റ്റാണ് ലൈബ്രറിയിലെ ആവശ്യങ്ങൾക്കുള്ള കാശ് ഇതിന് ഡയറക്റ്റാണ് പോകുന്നത്. അപ്പോൾ ഈ കാർഡ് ഞാൻ $5 റീചാർജ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് $5 റീചാർജ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോയിട്ട് ഏത് പ്രിൻ്റ് ഔട്ട് എടുക്കാനാണെങ്കിൽ സിസ്റ്റത്തിൽ പോയി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, അതായത് ആദ്യം സിസ്റ്റം ഓപ്പൺ ആക്കാൻ തന്നെ നമ്മുടെ ഈ IDയും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നുണ്ടല്ലോ ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ IDയും പിന്നും ഇട്ട് കൊടുത്ത് ലൈബ്രറി കാർഡ്, ലൈബ്രറിയിലെ സിസ്റ്റം ഓണായി നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ആകും, ക്രോം ഓപ്പൺ ആകും. അപ്പോൾ ക്രോമിൽ നിന്ന് പിന്നെ നമ്മൾ Gmail ആക്ടിവേറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ പ്രിൻ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിൻ്ററിൽ അവിടെ വരണമല്ലോ പ്രിൻ്റ്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ പ്രിൻ്ററിൻ്റെ അടുത്ത് പോയി അവിടെയും ഇതുപോലെ നമ്മുടെ ഈ IDയും നമ്മുടെ പാസ്വേഡ്, അതായത് ആ 4 ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ പ്രിൻ്ററിൽ എഴുതി കാണിക്കും, ദിസ് പേപ്പർ ഈസ് ദെയർ ഫോർ പ്രിൻറ്റിംഗ്, ഡു യു വോണ്ട് ടു പ്രിൻറ്റ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ യെസ് പറഞ്ഞാലാണ് പ്രിൻ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അവർ പറയും ഓക്കെ യു ഹാവ് ബീൻ ചാർജ് ഫോർ 25 cents. അപ്പോൾ ഒരു പേജിന് 25 cents ആണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ പറയും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് നമ്മുടെ കാശ് ഡിഡക്റ്റ് ആകും. പ്രിൻ്റ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ സിസ്റ്റം ഷട്ട് ഡൗൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ നിന്ന് നമ്മളിപ്പോൾ Gmailൊക്കെ ഓപ്പൺ ചെയ്തല്ലോ, നമ്മുടെ ഡൗൺലോഡിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഏതാണ് ഡോക്യുമെൻ്റ് ഉണ്ടോ അത് ചിലപ്പോൾ ഡൗൺലോഡിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകും. ഇതൊരു നല്ല സെറ്റപ്പ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഇതിൻ്റെ അത് ഇനിയുണ്ട് $3.75 ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ലൈബ്രറി കാർഡ് ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബുക്സൊക്കെ എടുത്തിട്ട് വരാം. അവിടുന്ന് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു വലിയ അവിടുത്തെ ടോയ്സൊക്കെ നമുക്ക് ഇതുപോലെ ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറച്ച് 2 വീക്കൊക്കെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. വലിയ ടോയ്സൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 25 cents ഉള്ളൂ, വിച്ച് ഈസ് ചീപ്പ്. ആൻഡ് എല്ലാവരും തന്നെ ഇവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നവരുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് വീട്ടിൽ ഇതുപോലെ പ്രിൻ്ററൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി ചെയ്യുന്നതാണ് കോസ്റ്റ് എഫിഷ്യൻറ്റ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലെ ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ പറയട്ടെ.